ഇപ്പോൾ ഈ മദ്രസയിൽ നിന്ന് പൊതുദർശനം നടക്കുന്ന മദ്രസയുടെ ഭാഗത്തു നിന്ന് ഷബീർ ഉമർ വിശദാംശം നൽകാൻ ചേരുന്നുണ്ട്. ഷബീർ, ഷഹബാസ് പഠിച്ചു വളർന്ന കളിച്ചു വളർന്ന മദ്രസ മുറ്റത്ത് തന്നെയാണ് ഇപ്പോൾ പൊതുദർശനം നടക്കുന്നത്. ഷഹബാസിൻ്റെ ഉപ്പയാണ് അവിടെ തളർന്നു വീണത്. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി അല്പസമയം മുമ്പ് ഒരു വിങ്ങലോടുകൂടി ഒരു നൊമ്പരത്തോടുകൂടി നമ്മൾ കാണുകയാണ്. ഇന്നലെയും ഷഹബാസിൻ്റെ ഉപ്പ മാധ്യമങ്ങളോടൊക്കെ പ്രതികരിച്ചതാണ്. പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുമ്പോഴും മകൻ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അവരൊക്കെ ഉണ്ടായത്. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം വിഫലമാക്കിക്കൊണ്ട് ഷഹബാസ് മടങ്ങുമ്പോൾ ആ മദ്രസ മുറ്റത്ത് കുടുംബാംഗങ്ങളുടെ മുഖത്തടക്കം നാട്ടുകാരുടെ മുഖത്തടക്കം കാണാൻ കഴിയുന്ന വികാരപ്രകടനങ്ങൾ എന്താണ് ഷബീർ? സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ വിവരണാതീതമല്ല ഇപ്പോൾ ഈ മദ്രസയിലെ കാഴ്ചകൾ. കാരണം അത്രയധികം ദുഃഖം തളംകെട്ടി നിൽക്കുന്ന അന്തരീക്ഷം. ഇവിടെ എത്തിയിട്ടുള്ള ഓരോരുത്തരുടെ മുഖത്തും കണ്ണീര് പടരുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. നമുക്കറിയാം 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഷഹബാസിനൊപ്പം പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ എത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ മാത്രമല്ല, അവരുടെ രക്ഷിതാക്കൾ, നാട്ടുകാർ, അങ്ങനെ നിരവധിയായ ആളുകൾ ഇപ്പോൾ ഈ മദ്രസയിൽ കിടവൂർ ജുമാ മസ്ജിദ് മദ്രസയാണ് ഇവിടെ പൊതുദർശനം നടന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് ആരംഭിച്ചത്. വളരെ നേരത്തെ തന്നെ ഇവിടേക്ക് ആളുകൾ എത്തിയിരുന്നു. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നിരവധി ഉമ്മമാരാണ് ഇവിടെ എത്തി നിറഞ്ഞ കണ്ണുകളോടെയാണ് ഇവിടെ കാത്തുനിന്നത്. ഇപ്പോഴും മൃതദേഹം എത്തിച്ചപ്പോഴും എല്ലാവരും കരഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്ന് അവസാനമായി ഒരു നോക്ക് കണ്ട് ഈ ഷഹബാസിനെ ഒരു നോക്ക് കണ്ട് മടങ്ങുന്നത്. നമുക്കത് വിവരണാതീതമാണ്. കാരണം അത്രയധികം ദുഃഖം തളംകെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് കിടവൂർ മദ്രസയിലുള്ളത്. ഞാൻ നേരത്തെ പ്രത്യേകം പറഞ്ഞു, കൂടുതലും എത്തിയിട്ടുള്ളത് ഉമ്മമാരാണ്, അമ്മമാരാണ്, സ്ത്രീകളാണ്. ഒപ്പം തന്നെ സഹപാഠികൾ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒന്നും പറയാനില്ല, ഉള്ള മനസ്സുമായാണ് ഇവിടെ എത്തിയത്. അവസാനമായി ഒരു നോക്ക് കാണണം, ഈ പൊന്നുമോനെ ഒരു നോക്ക് കണ്ട് മടങ്ങണമെന്ന ലക്ഷ്യവുമായാണ് എല്ലാവരും എത്തിയത്. ഇവിടെ എത്തി ഷഹബാസിനെ കണ്ട് എല്ലാവരും മടങ്ങുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ പൊതുദർശനം പൂർത്തിയാക്കും. അധിക സമയം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഈ മഹല്ല ഭാരവാഹികൾ അറിയിക്കുന്നത്. ഇവിടെ നേരത്തെ തന്നെ എത്തിച്ചേർന്ന് കാത്തു നിൽക്കുന്നവർ അവസാനമായി ഒരു നോക്ക് കണ്ടാൽ അതിനുശേഷം ഈ മദ്രസയോട് ചേർന്ന് തന്നെയുള്ള ഖബർസ്ഥാനിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. കിടവൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ്, പ്രധാന പള്ളിയാണ്. അവിടേക്ക് കൊണ്ടുപോകും. ആ ഖബർസ്ഥാനിലായിരിക്കും ഖബറടക്ക ചടങ്ങുകൾ നടക്കുക. അല്പസമയം മുമ്പാണ് ജനാസ നമസ്കാരം ടൗൺ ജുമാ മസ്ജിദിൽ നടന്നത്. അതിനുശേഷമാണ് 2 തവണ ജനാസ നമസ്കരിച്ചു. അത്രയധികം ആളുകളുണ്ടായിരുന്നു. ഒപ്പം തന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആദ്യം എത്തിച്ചത് ഷഹബാസിന്റെ വീട്ടിലേക്കാണ്, തറവാട്ട് വീട്ടിലേക്കാണ്. അവിടെയും നിരവധിയായ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇവിടേക്ക് എത്തിയത്. ഇവിടെയും അത്രയധികം മനുഷ്യർ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മൃതദേഹം എത്തിയെന്നറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്. നേരത്തെ തന്നെ ഇവിടെ എത്തി കാത്തു നിൽക്കുന്നവരുണ്ട്. എന്തായാലും വലിയ ദുഃഖം തളംകെട്ടി നിൽക്കുന്ന അത്ര ദുഃഖാർദ്രമായ ഒരു അന്തരീക്ഷമാണ് ഈ മദ്രസയിലെങ്ങുമുള്ളത്. വിങ്ങുന്ന ഹൃദയം, നിറഞ്ഞ് ഒഴുകുന്ന കണ്ണുകളുമായാണ് ഇവിടെ എത്തിയിട്ടുള്ള ഓരോരുത്തരും മടങ്ങുന്നത്. നമുക്കത് വിവരണാതീതമാണ്. മനസ്സിലാക്കുന്നത് ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തമാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അത്രയധികം മനുഷ്യർ കരഞ്ഞ് തളർന്നാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത്. സൈഫുദ്ദീൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഷഹബാസിന്റെ പിതാവ് തളർന്നു വീണു എന്നുള്ളത്. ആ നിലയ്ക്ക് തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ള ഓരോരുത്തരും ഉള്ളത്. അതേ മാനസികാവസ്ഥയിൽ, അതേ അത്രയധികം ദുഃഖത്തോടെ തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ള ഓരോരുത്തരും ഉള്ളത്. ആ നിലയ്ക്കാണ് ഇപ്പോൾ പൊതുദർശനം പുരോഗമിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഈ പൊതുദർശനം പൂർത്തിയാകും. അതിനുശേഷം ഖബറടക്ക ചടങ്ങുകൾ, സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും. സൈഫുദ്ദീൻ, ഷഹബാസ് പഠിച്ചു വളർന്ന മദ്രസയുടെ മുറ്റത്താണ് ഇപ്പോൾ ഷഹബാസിന് പൊതുദർശനം ഒരുക്കിയിരിക്കുന്നത്. അല്പസമയം കൂടി പൊതുദർശനം ഉണ്ടാകും. ശേഷം താമരശ്ശേരി ടൗൺ ജുമാ മസ്ജിദിൽ തന്നെയാണ് ഷഹബാസിനെ ഖബറടക്കുന്നത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, 15 വയസ്സ് മാത്രമേ ഉള്ളൂ. ട്യൂഷൻ സെൻ്ററിന് മുന്നിലുണ്ടായ അടിപിടിയെ തുടർന്ന് മാരകമായ പരിക്കുകളൊന്നും ഷഹബാസിൻ്റെ ശരീരത്തിന് പുറത്ത് കണ്ടിരുന്നില്ല. എന്നാൽ തലക്കാഴത്തിലേറ്റ മുറിവാണ്